Good afternoon, ma'am. Okay, start ചെയ്യാലോ. എല്ലാവരും ആയോ? റെഡി ആയോ? ഓക്കെ. ഓക്കെ, നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, ആ ഫയൽ ചെയ്യുന്ന രീതികളാണ് കേട്ടോ. 5 ടൈപ്പ് ഓഫ് മെത്തേഡുകളാണ് എന്തിലുള്ളത്, നമ്മുടെ ഫയലിംഗ് മെത്തേഡ്സ്. ഇതില് മെഡിക്കൽ റെക്കോർഡുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന 5 മെത്തേഡുകൾ. ഏതെങ്കിലുമൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം. അപ്പൊ അതിൽ 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡ് ഡിജിറ്റ് ഫയലിംഗ്. അങ്ങനെ 5 രീതിയിലുള്ള ഫയലിംഗ് സിസ്റ്റംസ് ആണ് മെഡിക്കൽ റെക്കോർഡ്സിനെ സംബന്ധിച്ചുള്ളത്. അതിലൊന്നും രണ്ടും നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് അല്ലെ. ഇവിടെ വരെയൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? നോക്കിയതല്ലേ? ഓക്കെ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ വരെ നോക്കിയതില്? എന്തായിരുന്നു നമ്മളുടെ സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം എന്നറിയുന്നത് നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എങ്ങനെ എത്ര പ്രാവശ്യമാണോ the number of times when the patients arrive or visit the hospitals, അത്രയും പ്രാവശ്യം റെക്കോർഡ്സ് will be opened അല്ലെ, അല്ലെങ്കിൽ റെക്കോർഡ്സ് ഓപ്പൺ ആക്കുന്നു. അപ്പൊ എത്ര പ്രാവശ്യം ഉണ്ട് അത്രയും പ്രാവശ്യം നമുക്ക് നമ്മളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അല്ലെ. ഡിഫറെന്റ് റെക്കോർഡ്സ് will be kept in each department or units. പല ഡിപ്പാർട്ട്മെന്റുകളിലും പല യൂണിറ്റുകളിലും നമ്മുടെ പേരുകൾ പല പല റെക്കോർഡുകളായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ആസ് മെനി പ്ലേസസ് വേർ സച്ച് റെക്കോർഡ്സ് ആർ ഓപ്പൺഡ്, എവിടേക്കാണ് നമ്മളുടെ അത്തരം ഫയലുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത്രയും നമ്പർ ഓഫ് ടൈംസ് പേഷ്യന്റിനെ കുറിച്ചുള്ള ഡാറ്റാസ് അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടാവും. അത് അവിടെ തന്നെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാത് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് സീരിയൽ നമ്പറിംഗിന്റെ പ്രത്യേകത അല്ലെ. രണ്ടാമതേ നമ്മൾ പറഞ്ഞത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. ഈ യൂണിറ്റ് എന്ന് പറയുന്ന വേർഡ് തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 എന്നാണ്. ദാറ്റ് മീൻസ് ഓൺലി 1 റെക്കോർഡ് അണ്ടർ 1 ഫോൾഡർ ആൻഡ് ഓൾസോ വിത്ത് 1 നമ്പർ. ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്ത് ഒരു ഫോൾഡറിൽ ഒരു റെക്കോർഡായി സൂക്ഷിക്കുന്നതാണ് യൂണിറ്റ് നമ്പറിംഗ്. ഓൾ ദ കമ്പോസിറ്റ് ഡാറ്റാസ് ആർ ഗ്യാതേർഡ് ടു ദിസ്. ഈ പറയുന്ന റെക്കോർഡിലേക്ക് പല സ്ഥലത്തു നിന്നുമുള്ള ഡാറ്റാസ് ഒക്കെ കൊണ്ടുവന്ന് കമ്പോസിറ്റ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, ഗ്യാദർ ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരുമിച്ച് ആക്കി വെക്കുന്നു. എന്നിട്ട് അതിനൊരു യൂണിറ്റ്, ഒരു നമ്പർ എന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം ഏതൊക്കെ പ്രാവശ്യം നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമ്മൾ വരുമ്പോഴും ആ അതേ നമ്പറിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. സബ്സിക്വന്റ് ആയിട്ടുള്ള അഡ്മിഷൻസിനും ട്രീറ്റ്മെന്റിനും അതേ നമ്പർ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു ഫയലിംഗ് സിസ്റ്റത്തിന്റെ. ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ക്ലിയർ ആയിരുന്നല്ലോ? എത്തിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് സ്ട്രേറ്റ് നല്ലല്ലോ. ഓക്കെ, അടുത്തത് എന്താ? സ്ട്രേറ്റ് സൗണ്ട് ഒന്നും കേൾക്കാനില്ലല്ലോ. വേറെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ.
ഓക്കെ, അപ്പൊ 10ാം ക്ലാസ്സുകളിൽ നിന്നായിരിക്കും. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ് അടുത്തത്. ഇവിടെ എന്താ, ഇത് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ മെഡിക്കൽ റെക്കോർഡുകൾ നമ്പർ ഇട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സ്ട്രേറ്റ് ന്യൂമറിക്, സ്ട്രേറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഇതിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ടൈം ഏത് പേഷ്യൻസ് വരുന്നതനുസരിച്ച് അവർക്ക് ഓരോ നമ്പറുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. വീണ്ടും അടുത്തടുത്ത റെക്കോർഡുകൾ വരുമ്പോ ഓപ്പൺ ചെയ്ത് വരുമ്പോ എന്ത് ചെയ്യുന്നു, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കും അടുത്ത റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ. അപ്പൊ അത് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ നമ്പറുകൾ. ഈ തുടർച്ചയായ നമ്പർ കൊടുക്കുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു 1, 2, 3 ഡിജിറ്റുകളൊക്കെ സെയിം കോൺസ്റ്റന്റ് ആക്കിയിട്ട് അവസാനത്തെ 2, 3 അക്കങ്ങൾ ഡിജിറ്റുകൾ മാത്രം ഇങ്ങനെ കോൺസിക്യൂട്ടീവ് നമ്പർ ആയിട്ട് മാറി മാറി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിനൊരു ഉദാഹരണം അവർ കാണിച്ചിട്ടുണ്ട്. 123, 4, 412 അല്ലെ, 123, 412, 123, 414, 13, 14, 15 അങ്ങനെയൊക്കെ. അതായത് ആദ്യത്തെ 1, 2, 3, 4 വരെയുള്ള സംഖ്യകൾ കോൺസ്റ്റന്റും 12, 13, 14, 15 അങ്ങനെ അങ്ങനെ പോകുന്ന രീതിയിലാണ് നമ്പറിംഗ് കൊടുക്കുക. അതാണ് സ്ട്രേറ്റ് നമ്പറിംഗ്. കോൺസിക്യൂട്ടീവ് നമ്പർ, തുടർച്ചയായ നമ്പർ എവിടുന്ന വരുന്നത്, ആദ്യത്തെ 4 അക്കം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന 2 അക്കവും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ. അതായത് നമ്മൾ തുടർന്ന് വരുന്ന തുടർച്ചയായ സംഖ്യകളായിട്ടാണ് അവിടെ രേഖപ്പെടുത്തുക. ആൻഡ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി ടു പുൾ ഔട്ട് എനി നമ്പർ ഓഫ് റെക്കോർഡ്. ഇതിനകത്ത് നമ്പർ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത് ആ കൃത്യമായ നമ്പറുള്ള റെക്കോർഡ് വലിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതൊക്കെ ഒരു എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ വെക്കുന്ന റെക്കോർഡുകൾക്ക് വളരെ സിമ്പിൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഈ പറയുന്ന റെക്കോർഡുകളൊക്കെ ഇങ്ങനെ തെളിച്ച പുസ്തകങ്ങളായിട്ട് മാനുവലായിട്ട് തയ്യാറാക്കിയിരുന്ന റെക്കോർഡുകളായിരുന്നു. അതിങ്ങനെ റാക്സിലൊക്കെ അറേഞ്ച് ചെയ്ത് ഷെൽഫിൽ വെക്കുമ്പോ അതിൽ നിന്ന് എളുപ്പത്തിൽ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മെത്തേഡുകളൊക്കെ സ്വീകരിച്ചിരുന്നത്. ഓക്കെ, ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതിലും ഇങ്ങനെ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടാണ്. അപ്പൊ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുത്ത് ആണ് നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ റെക്കോർഡ്സിനകത്തുള്ള കാര്യങ്ങൾ ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ കോഴ്സുകളൊക്കെ ഉണ്ട്. മെഡിക്കൽ കോഡിംഗ്, സ്ക്രൈബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളും, മെഡിസിൻസ് ആയിക്കോട്ടെ, അവിടെയുള്ള റെക്കോർഡ്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ കോഡ് ചെയ്തത് കോഡിങ്ങിലൂടെ എല്ലാം കോഡ് ചെയ്ത് വെക്കും. അപ്പൊ ആ രീതിയിൽ അപ്പൊ എളുപ്പം അവർക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വേറെ ബ്രാഞ്ച് ആണ്. അപ്പൊ അത് വേറെ രീതിയിലുള്ള പഠനമാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതാ പഠിച്ചത്? ഇപ്പൊ പഠിച്ചത് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അവിടെ ഉദാഹരണം അടക്കം കാണിച്ചിട്ടുണ്ട്. എളുപ്പമല്ലേ അത്? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് മനസ്സിലായോ? അക്യുറേറ്റ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. അതിനകത്ത് ഒരു നമ്പർ സീക്വൻസിൽ ഫസ്റ്റ് 2 or 3 ഡിജിറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ആൻഡ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 3 ഡിജിറ്റ്സ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടീവ് നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തുടർച്ചയായി വരുന്ന അക്കങ്ങളായിട്ടായിരിക്കും കാണിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ഈസി ടു പുൾ ഔട്ട് എനി നമ്പർ ഫ്രം ദീസ് റെക്കോർഡ്സ്. ഈ നമ്പർ ഇട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ ഇട്ടിരിക്കുന്നത് കൊണ്ട്, തുടർച്ചയായ സംഖ്യകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് റെക്കോർഡ് വേണമെങ്കിലും പുൾ ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് നമുക്ക് എന്താണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് നോക്കാം. കുറച്ചുകൂടി എന്താ പറയാ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ഇംപ്രൂവ്മെന്റ് ഓരോന്നിലും കൊണ്ടുവരും. പഴയ രീതികളെയൊക്കെ എന്താ പറയാ മാറ്റിയിട്ട് പുതിയ പുതിയ രീതിയിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഒരു കാർഡിൽ ഒതുങ്ങി അല്ലെ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെ ചെല്ലുന്നോ നമ്മളെ സംബന്ധിച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ചെല്ലുന്നോട്ട് നമ്മളിങ്ങനെ ഒരു വാഹനം പറയേണ്ടി വരും. ഇന്ന് നമുക്ക് അതിനൊക്കെ ഒരു കാർഡുകൾ തന്നിട്ടുണ്ട് അല്ലെ. എന്ത് നമുക്ക് എന്താ പറയാ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ID കാർഡ് ഉപയോഗിക്കാം അല്ലെ, ആധാർ കാർഡ്. അതുപോലെ തന്നെ മറ്റ് പർപ്പസിന് ഓരോന്നിനും നമുക്ക് അതിൻ്റെതായ കാർഡ് ഫോമിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, ഓരോ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരുമ്പോ, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരുമ്പോ ഓരോ മനുഷ്യരും അതനുസരിച്ചിട്ട് ഇംപ്രൂവ്ഡ് ആകണം, അപ്ഡേറ്റഡ് ആകണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽസിലും ഇതുപോലെയുള്ള മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് അവര് നേരത്തെയൊക്കെ ഈ പറയുന്ന ആദ്യത്തെ മെത്തേഡുകളൊക്കെ ചിലപ്പോൾ ആയിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാകുക.
പക്ഷെ ആസ് പെർ ദ ഇംപ്രൂവ്മെന്റ്, ഈ പറയുന്ന ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റും മറ്റു കാര്യങ്ങളുടെയൊക്കെ ബേസിസിൽ പല കാര്യങ്ങളും എന്ത് ചെയ്തു മാറ്റി പറിച്ചു കൊള്ളുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു നമ്പറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ടെർമിനൽ ഫയലിംഗ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. അതൊരു ആക്യുറേറ്റ് ആൻഡ് മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇൻ ദിസ് മെത്തേഡ് ഇവിടെ പ്രത്യേകത എന്താണെന്നറിയോ, 6 digit നമ്പർ വിൽ ബി പ്രൊവൈഡഡ്. അതായത് മെഡിക്കൽ റെക്കോർഡുകൾ ഇങ്ങനെ അവർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 അക്ക സംഖ്യ ആയിരിക്കും അവർ അതിന് വേണ്ടി ഉപയോഗിക്കുക. ആൻഡ് ദിസ് 6 digit നമ്പർ വിൽ ബി parted, that means divided into 3 parts. ഇതിനെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കും. എന്നിട്ട് ബൈ ഡിസ്റ്റിംഗ്വിഷിംഗ് വിത്ത് ഹൈഫൺ, ഇതിനെ ആ 3 ഭാഗങ്ങൾ ഇങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ ഹൈഫൺ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 68, 35, 12, 68 കഴിഞ്ഞിട്ടൊരു ഹൈഫൺ ഇട്ടു, 35 കഴിഞ്ഞിട്ടൊരു ഹൈഫൺ ഇട്ടു, 12. അപ്പൊ ഓക്കെ, അപ്പൊ 3 ഭാഗങ്ങളായിട്ട് ഇപ്പൊ ഈ 6 അക്കങ്ങളെ 2 അക്കങ്ങൾ വീതമുള്ള 3 പാർട്ടുകളാക്കുന്നു, ഇടയിൽ ഹൈഫൻ ഇട്ട് സൂചിപ്പിക്കുന്നു. അതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ പ്രത്യേകത. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ പറയുന്ന ഡിജിറ്റുകൾ ഞാൻ പറഞ്ഞല്ലോ 2 അക്കം വീതം ആണ് അറേഞ്ച് ചെയ്യാന്ന്. ഈ ഡിജിറ്റുകൾ ഇങ്ങനെ അണ്ടർലൈൻ എന്താ പറയാ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഡിജിറ്റുകൾക്ക് ഓരോന്നിനും പേരുണ്ട്. ആദ്യത്തെ 2 അക്കം, പിന്നത്തെ 2 അക്കം, പിന്നത്തെ 2 അക്കം. ആ 2 അക്കങ്ങൾ വീതമുള്ളതിനെ പ്രൈമറി, സെക്കൻഡറി, ടെർസറി എന്ന് പറയുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെ? പ്രൈമറി, സെക്കൻഡറി, ടെർസറി. അങ്ങനെയാണ് ആ ഒരു ഡിജിറ്റുകളുടെ ഫോർമേഷനിനകത്ത് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുക. പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന രീതിയിൽ പ്രൈമറി, സെക്കൻഡറി, ടെർസറി എന്ന രീതിയിൽ TSP എന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം. എങ്ങനെ? T ടെർസറി, S സെക്കൻഡറി, P പ്രൈമറി, TSP. അതെന്താ പറയാൻ കാരണം വെച്ചാൽ അവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്, ആ വിഭാഗം എന്ന് പറയുന്നത് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് എവിടെയാ വരണ്ടേ? വലത് വശത്ത് കാണുന്നത്. ഈ 3 അക്കങ്ങൾ ഇങ്ങനെ 2 വീതം ഇങ്ങനെ എഴുതി വെച്ചേക്കാണല്ലോ. ഇത് 2. അപ്പൊ ഈ പ്രൈമറി എന്ന് പറയുന്നത് ഇതാണ്. ഏതാത്? അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആ 2 അക്കങ്ങൾ ചേർന്നതാണ് പ്രൈമറി. നടുവിൽ വരുന്നത് സെക്കൻഡറി ആണ്, അറ്റത്ത് വരുന്നത് ടെർസറി ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് TSP എന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്നാണ് ഉപയോഗിക്കാം. ഓക്കെ, സെക്കൻഡറിയുടെയും പ്രൈമറിയുടെയും ടെർസറിയുടെയും നടുക്കായിരിക്കും സെക്കൻഡറി വരാം. പ്രൈമറിയുടെയും ടെർസറിയുടെയും നടുക്കായിരിക്കും സെക്കൻഡറി വരിക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ നോക്കി അതിന്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നോക്കി 12, 34, 56, 13, 34, 56, 14, 34, 56, 14, 34, 56. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അവസാനം കിടക്കുന്ന ആ സംഖ്യ 15, 34, 56 അതിനകത്ത് ഏതക്കം അല്ലെങ്കിൽ ഏത് ഡിജിറ്റുകളെ സൂചിപ്പിക്കുന്ന പ്രൈമറി? അതിനകത്ത് ഏതാ പ്രൈമറി? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് നോക്കട്ടെ. വേഗം ഒന്ന് ടൈപ്പ് ചെയ്തേ പെട്ടെന്ന്. പ്രൈമറി ഏതാ? 56. കൺഫ്യൂഷൻ ഇല്ലല്ലോ? നേരത്തെ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ വേറെ ആരോ ഇങ്ങനെ എന്ത് ചെയ്തു? 15 അറ്റത്തെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സംഖ്യ പ്രൈമറി ആയിട്ട് എടുത്തു. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ അങ്ങനെ. അപ്പൊ 56 അതിനകത്ത് പ്രൈമറി. സെക്കൻഡറി ഏതാണ്? 34 ഓക്കെ. സെക്കൻഡറി ഏതാണ്? ബിൻഷ ശരി പറ, നോക്കിയിട്ട് പറ. പ്രൈമറി, സെക്കൻഡറി, ടെർസറി. പ്രൈമറി 56, 34 സെക്കൻഡറി, 15 ഏതാണ്? ടെർസറി ആണ് വരിക. ആ ഓർഡറിലാണ് കേട്ടോ. TSP അങ്ങനെ ഓർക്ക്. TSP കേട്ടോ, TSP. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. അപ്പൊ അതാണ് ആ രീതിയിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ഇതിന്റെ തന്നെ ഒരു ചെറിയ ഒരു എന്താ പറയാ മറ്റൊരു വേർഷൻ സംഭവം തന്നെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ ഒക്കെ പോലെ തന്നെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അതിന് പകരമായിട്ട് ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രൈമറി, സെക്കൻഡറി, ടെർസറി പൊസിഷൻസിൽ മാത്രമേ ചെയ്യുള്ളൂ. ബാക്കിയുള്ള അതർ തിങ്സ് ആർ സെയിം. നേരത്തെ പറഞ്ഞ പോലെ 6 അക്കം 2 അക്കം വീതമുള്ള പാർട്ടായിട്ട് 3 ഭാഗങ്ങളായിട്ട് ഹൈഫൺ ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷെ ഈ പ്രൈമറി, സെക്കൻഡറി, ടെർസറി എന്ന് പറയുന്നതിൽ ചെറിയൊരു മാറ്റമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് TSP ആണ്, ടെർസറി, സെക്കൻഡറി ആൻഡ് പ്രൈമറി എന്നാണ് എങ്കിൽ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് SPT ആണ്. SPT ആണ്. പ്രൈമറി എവിടെ വരും എന്നറിയാമോ? നടുവിലത്തേല് വരും. പ്രൈമറി നടുവിലത്തേല്. SPT ആണ്. ടെർസറി, പ്രൈമറി, സെക്കൻഡറി. അതായത് ടെർസറിയുടെയും സെക്കൻഡറിയുടെയും നടുക്കായിട്ടാണ് ഏത് വരാ?
പ്രൈമറി വരും. അപ്പൊ ആ ഫോർമാറ്റിലാണ് എങ്കിൽ അത്തരം ഡിജിറ്റുകൾ അറേഞ്ച്മെന്റ് ആണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് വീണ്ടും ചോദിക്കട്ടെ, 46, 68, 96, 46, 68, 96 എക്സാമ്പിൾസ് വന്നിട്ടുണ്ടല്ലോ. അതിൽ 46 എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? 46 എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പെട്ടെന്ന് 46 സെക്കൻഡറി ആണ്. വെരി ഗുഡ്. ഓക്കെ, എന്താണത്? സെക്കൻഡറി, പ്രൈമറി, ടേഴ്സറി. SPT. നേരത്തെ പറഞ്ഞതോ TSP ആണ് അല്ലെ? TSP ആണ് പറഞ്ഞത്, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. അതിന്റെ നേരെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോ ഇങ്ങനെയല്ലേ വായിക്കുക, അടുത്തുനിന്ന് വലത്തോട്ടല്ലേ വായിക്കുക. പക്ഷെ ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫോർമാറ്റിലാണ് ഞാൻ പറഞ്ഞത്. SPT എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇത് മിഡിൽ ഡിജിറ്റ് ഫയലില്. അതെന്താ കാരണം? മിഡിലില് പ്രൈമറി നമ്പർ മിഡിലാണ് വന്നേക്കണം. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത് 46, 68, 96, 46, 68, 97, പിന്നെ 98, 99, അതുപോലെ തന്നെ 100, 101 ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? 46 എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. 96 ഏതാ? 96 ആരുല്ലേ പറയാൻ പറ്റിയവര്? 96 എന്ത് വരും? ടേഴ്സറി ആണ്. ഓക്കെ, 68 ആണ് എന്ത് വരിക? പ്രൈമറിയിൽ വരിക. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡുകൾ സ്റ്റോർ ചെയ്ത് ഫയൽ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. 5 മെത്തേഡാണ്: സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആൻഡ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. എല്ലാം മനസ്സിലായല്ലോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അടുത്തതിലേക്ക് പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോർമാറ്റുകളാണ്. ഇനി മെഡിക്കൽ റെക്കോർഡിന്റെ ഫോർമാറ്റ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ അതിന് മുമ്പ് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. ഈ സ്ട്രേറ്റ് ന്യൂമറിക് എന്ന് പറയുന്ന അതിനകത്ത് നമുക്ക് എന്താ പറയാ, ഒന്നാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സ്ട്രേറ്റ് ന്യൂമറിക് ക്രോണോളജിക്കൽ ഓർഡറിൽ മെഡിക്കൽ റെക്കോർഡുകൾ സ്ട്രേറ്റ് ആയിട്ട് നമ്പർ ചെയ്യുന്നതാണ്. ഒരു അക്യുറേറ്റ് മെത്തേഡാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, അതിനകത്ത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് നമ്മളുടെ മൂന്നാമത്തെ പ്രൈമറി ഡിജിറ്റ്സ് ആർ അറ്റ് ദ ലാസ്റ്റ് 2 digits on the right hand side number, secondary digit middle, and the tertiary on the first row of the left hand side. Okay, അതാണ് ടെർമിനലില് അടയാളപ്പെടുത്തേണ്ടത്. മിഡിൽ ഡിജിറ്റില് രണ്ടാമത്തെ പോയിന്റ് അടയാളപ്പെടുത്തണം. മിഡിൽ ഡിജിറ്റ് ഫയലിംഗില് രണ്ടാമത്തെ പോയിന്റ് അടയാളപ്പെടുത്തണം. അപ്പൊ നിങ്ങൾ ആ ഒരു എക്സാമ്പിളിനകത്ത് രണ്ടെണ്ണത്തിനകത്തും ഓരോന്നും നിങ്ങളുടെ എഴുതി വെച്ചേ. ഇപ്പൊ ഈ എക്സാമ്പിളില് ആദ്യത്തേല് ഏത് ഫോർമാറ്റാ പറഞ്ഞ? TSP. 15ന്റെ മുകളിൽ T എഴുതാം, 34ന്റെ മുകളിൽ S എഴുതാം, 56ന്റെ മുകളിൽ P എഴുതാം. അപ്പൊ ഇങ്ങനെ TSP, ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി, ആ രീതിയിൽ കേട്ടോ. അടുത്തതില് നമ്മള് 47, 68, 01 അതിനകത്ത് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് എഴുതിയേ. ഇതേത് ഫോർമാറ്റ്? SPT. 47 S ആണ്, 68 P ആണ്, 01 എന്താണ്? T ആണ്, ടേഴ്സറി. ഓക്കെ, SPT, TSP, SPT അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ എളുപ്പമായി. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അപ്പൊ ആ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ആണ്. മൂന്നാമത്തെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ പോയിന്റ് ആണ്. അതിന്റെ ഫോർമാറ്റ് ഏത് ഫോർമാറ്റിൽ വന്നേക്കണേന്നൊക്കെ വേണമെങ്കിൽ ചോദ്യമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഡിജിറ്റുകൾ SPT എന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ TSP എന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു, അത് ഏതിനകത്ത് വരും എന്നൊക്കെ ചോദിക്കാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണോ, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അടുത്തത് നമ്മളുടെ ഫോർമാറ്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫോർമാറ്റുകളാണ്. പ്രധാനമായിട്ടും മെഡിക്കൽ റെക്കോർഡ് 3 ഫോർമാറ്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ കുറെ പോയിന്റ് കിടക്കണ്ടല്ലോ. അത് തെറ്റായിട്ട് വന്നേക്കുന്ന രീതിയാണ്. അതിന് നമുക്ക് കറക്റ്റ് ചെയ്യാം. തെറ്റെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ദാറ്റ്സ് ഓൾ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, SOMR. ഐ ഇല്ല കേട്ടോ അതിന്റെ അപ്പുറത്ത്. ഐ ഒന്ന് വെട്ടിയിട്ട് അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. രണ്ടാമത്തേത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്, POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. മൂന്നാമത്തേത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡാണ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. മൂന്നെണ്ണം ഒന്ന് നമ്പർ ഇട്ടേ. 1 SOMR, 2 POMR, 3 ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അങ്ങനെ 3 പേരേ ഉള്ളൂ. ഏതിന്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ടൈപ്പുകൾ, ഫോർമാറ്റുകളുടെ ടൈപ്പുകൾ 3 ഉള്ളൂ. അപ്പൊ പിന്നെ ബാക്കി എന്താ? ബാക്കിയുണ്ട്. നോക്കാം നിങ്ങൾ. നാലാമത്തെ 5ാമത്തെ പോയിന്റ്, 4, 5. മെഡിക്കൽ റെക്കോർഡ്സ് ഈസ് അറേഞ്ച്ഡ്
in sections in accordance with the patient care departments provided the care and data. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് എന്താ പറയാ, അവരുടെ പേരുകൾക്ക് അടിസ്ഥാനമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ഓരോ പ്രത്യേക രീതിയിൽ പേഷ്യന്റിന് കൊടുക്കുന്ന കെയറുകളുടെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് ആവശ്യത്തിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പേഷ്യന്റിനെ അസസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമ്മള് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ഏത്? ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതുകൊണ്ടാണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് കൊണ്ട് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അത്തരം റെക്കോർഡുകളെ വിളിക്കുക. അപ്പൊ റെക്കോർഡുകൾ പല രീതിയിലുണ്ട്. അത് 3 രീതിയിലാണ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. അതിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പോയിന്റ് ആണ് ആ 4ഉം 5ഉം. ഒന്ന് നമ്പർ ഇടാം, അതൊന്ന് ബോക്സിലാക്കിയ. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ഡാറ്റ എന്നുള്ളതും ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതുകൊണ്ടാണ് അതിന് ആ പേര് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? പറഞ്ഞത് എന്താന്ന്? ആ 2 പോയിന്റും SOMR പെട്ടതാണെന്ന്. അതൊന്ന് ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ SOMR എഴുതി വെക്കാമോ? അത് എഴുതിയിരിക്കുന്ന ആ ഒരു മാതൃക തെറ്റിപ്പോയി. ക്ലിയർ ആയോ? ആ 2 പോയിന്റ് SOMR ബാധിക്കുന്നതുള്ളൂ. ഓക്കെ, ബാക്കി ഒരു 4 പോയിന്റ് കിടക്കുന്നുണ്ട്. 4 പോയിന്റ് ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് ടു ഡേറ്റ് with the recordings. Usually the record is arranged in inverse chronological order at the nurse's station. So the most information at the front and also the oldest form at the back side. Matralla, after the discharge of the patient, the records are reorganized. എന്നുള്ള കാര്യം. ആ 4 പോയിന്റും നമ്മുടെ വരുന്നത് POMR-ലല്ല, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഭാഗമാണ്. അതിനകത്ത് വരുന്ന പോയിന്റ് ആണത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അത് 4 പോയിന്റ് ഒരു ബോക്സിൽ പോലെ ആക്കിയിട്ട് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഒന്ന് എഴുതാമോ? പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയത് കുറച്ച് ക്ലാഷ് ആയിപ്പോയി, അതുകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്യാം. SOMR-ൽ പെട്ടതാണ് 4ഉം 5ഉം പോയിന്റ്. ബാക്കി വന്ന 6, 7, 8, 9 4 പോയിന്റുകൾ അത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഭാഗമാണ്. POMR അവിടെ ഇല്ല. അത് ഇവിടെ താഴെ അടുത്ത പേജിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് പഠിക്കാനുണ്ട്. ക്ലിയർ ആയോ? പറഞ്ഞു വന്ന തിരുത്തിയോ? നിങ്ങളത് വായിച്ച് പിന്നീട് നോക്കിയാൽ ഇത് എന്താണ് ഇത് വെച്ചാൽ നല്ല രീതി മനസ്സിലാകില്ല. അപ്പൊ പ്രധാനമായിട്ടും മെഡിക്കൽ റെക്കോർഡിന്റെ എത്ര ഫോർമാറ്റ് ഉണ്ട്? 3 ഏതൊക്കെയാ? SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, POMR ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. മനസ്സിലായോ? അതിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ from different sources, that means from different departments, the information about the patients have to be collected. പല കാര്യങ്ങൾക്ക് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ പല ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ലാബിൽ പോയിട്ട് ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ ലഭിക്കേണ്ടി വരും. ഫർദർ ട്രീറ്റ്മെന്റിന് ചിലപ്പോൾ റേഡിയോളജി വിഭാഗത്തിലായിരിക്കാം, ചിലപ്പോൾ OP വിഭാഗത്തിൽ നിന്നായിരിക്കാം. അപ്പൊ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കളക്ട് ചെയ്ത് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റി അത് റെക്കോർഡ് ആകുമ്പോൾ അത് സോഴ്സ് ഓറിയന്റഡ്. മനസ്സിലായി? ഏതാണ് അതിന്റെ ഉറവിടം, അതിനെ ബേസ് ചെയ്തെടുക്കുമ്പോൾ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകളാണ്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. അടുത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഇവിടെ റെക്കോർഡുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെ ഡേറ്റ് വൈസ് ആണ്. ഡേറ്റിന്റെ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എഴുതി വെക്കും? അറേഞ്ച് ചെയ്ത് വെക്കും, ക്രോണോളജിക്കൽ ഓർഡർ. പക്ഷെ ഈ ക്രോണോളജിക്കൽ ഓർഡറിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇൻവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ 10 മണിക്ക് ഒരാൾ വന്നു. ഓക്കെ, അപ്പൊ 10 മണിക്ക് വന്ന ആളുടെ പേരും ഒക്കെ എഴുതി ചെക്ക് അഡ്മിറ്റഡ് ആകുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഓക്കെ, അവരുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ വന്നു. തൊട്ടടുത്ത മിനിറ്റില് ചിലപ്പോൾ 10:10 അല്ലെങ്കിൽ 10:30 വേറൊരു പേഷ്യന്റ് വന്നു. ആളെ എന്ത് ചെയ്തു നോക്കി, അയാളുടെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തു OP വിഭാഗത്തില്. അപ്പൊ എവിടെ വരും? അതിന്റെ മുകളിൽ വരും. ഏത്? നേരത്തെ 10 മണിക്ക് വന്ന ആളാണ് ഈ പോയി 10:10 വന്ന ആള് അതിന്റെ മുകളിൽ വന്നു. ദാറ്റ് മീൻസ് ഏറ്റവും മോസ്റ്റ് ഏർലിയസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറ്റ് ദ ടോപ്പ് മുകളിലും ബാക്കി ഓൾഡസ്റ്റ് ഇൻഫർമേഷൻസ് അതിന്റെ ഓരോ സെക്ഷന്റെ ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. ഏത് രീതി? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഇസ് ഡിസ്ചാർജ്, ഇതെല്ലാം കഴിഞ്ഞ് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടുത്തെ എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്ത് ഒരുമിച്ച് എവിടെയെങ്കിലും വെക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രത്യേകതകൾ. ക്ലിയർ ആയോ? SOMR-ഉം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സും ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു, ബോക്സ് ആക്കാൻ പറഞ്ഞു, ഇതൊക്കെ ഓക്കെ അല്ലേ?
പിന്നീട് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കി ഇത് എന്താണത്, 3 എത്ര ഫോർമാറ്റ് ഉണ്ട്, ടൈപ്പ് ഉണ്ട് എന്ന് വായിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ 3 ഓക്കെ, ടൈപ്പിനകത്ത് നമുക്ക് കൊള്ളിക്കാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയോ സെന്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നതാണ് ആ 3 പോയിന്റ് കഴിഞ്ഞ 3 SOMR, POMR, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് കഴിഞ്ഞ് അത് 3 ഫോർമാറ്റിലുള്ളൂ. ബാക്കി വന്ന അടുത്തതായിട്ട് വന്ന 2 പോയിന്റ് SOMR എന്ന് പറയുന്നതിന്റെ അകത്തുള്ള പോയിന്റുകളും മറ്റേത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളുമാണ് എന്നാണ് പറഞ്ഞു നിർത്തിയത്. അതുവരെ വലിയ കുഴപ്പമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, നോട്ടുകൾ തരംതിരിച്ചതും ഒന്നും ഓക്കെ. നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ നേരത്തെ SOMR പറഞ്ഞു. SOMR എന്താ പറയുക, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന നമ്മള് കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അസസ്മെന്റിനും ട്രീറ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കളക്ട് ചെയ്യും. അതുകൊണ്ട് ആണ് അതിന് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ള പേര് തന്നെ വന്നത്. അടുത്തത് നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് പറയുന്നത്. ഒരു അഡ്വാൻറ്റേജ് ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നേട്ടവും കോട്ടവും, എന്ത് സാധനമായാലും അതിന് ഗുണവും ദോഷവും ഉണ്ടല്ല. അപ്പൊ നമ്മുടെ SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഏത് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും പല ഡിപ്പാർട്ട്മെന്റിലും അവിടെ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അത് ഇപ്പോൾ നമുക്ക് ഇപ്പൊ ഡോക്ടർ എന്തെങ്കിലും ഒരു എന്താ പറയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിന്റെ പ്രോഗ്രസ് നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. റൗണ്ട്സിന് പോകുമ്പോ ഇപ്പൊ രാവിലെ ചെല്ലുന്നു, നോക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് ടെസ്റ്റ് ചെയ്തോ, നഴ്സിനോടോ അല്ലെങ്കിൽ അസിസ്റ്റന്റിനോടോ ആയിരിക്കും ചോദിക്കുക. കൂടെ വരുന്നവരോട് ചോദിക്കും, പേഷ്യന്റിന്റെ സാധനം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ശരി, ഓക്കെ, വേഗം എടുത്തിട്ട് വരും. അപ്പൊ അത് ലാബിൽ ചെന്നാൽ നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടുണ്ടോ, എക്സ്റേ റിസൾട്ട് എവിടെയാണ്, അത് പെട്ടെന്ന് കൊണ്ടുവരും. അപ്പൊ എക്സ്റേ റിസൾട്ട് ഇവർക്ക് കൊണ്ടത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അത് അവിടെ പോയി അത് കളക്ട് ചെയ്യാം. അപ്പൊ പേഷ്യന്റിന്റെ പേരുകൾക്ക് അനുസരിച്ച് അത് പറഞ്ഞു കൊടുത്ത് പേരും മറ്റ് ഐഡി പ്രൂഫുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും കളക്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പവുമാണ്. മാത്രമല്ല ഫർദർ ട്രീറ്റ്മെന്റിനും അസസ്മെന്റിനും ഒക്കെ ഒബ്സർവേഷൻസ് ഒക്കെ നടത്താനും അത് സഹായിക്കുന്നു എന്നുള്ളത് അതിന്റെ നേട്ടമാണ്. അറ്റ് ദ സെയിം ടൈം നേട്ടമാണെങ്കിൽ കൂടി അത് തന്നെ എന്താണ് വളച്ചൊടിച്ച് അതൊരു ഡിഫിക്കൽട്ടി, ദാറ്റ് മീൻസ് ഒരു എന്താ പറയാ ഡ്രോബാക്ക് ആയിട്ടും പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ അവിടെ ലഭ്യമാണ്. പക്ഷേ ആ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ അത് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷൻ ലാബിൽ പോയി കളക്ട് ചെയ്യണം. ആ പേഷ്യന്റ് അവിടെ നിന്ന് പോയി പിന്നെ ഒരു 10 പേഷ്യന്റ് അത് കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം പറയച്ചില് നമുക്ക് ഓക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് വെക്കണം, ഇന്ന രീതിയിൽ ഫയൽ ചെയ്യണം, മിസ്സാക്കാൻ പാടില്ല, അതാണ് മിസ്സായി കഴിഞ്ഞാൽ ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടി പഠിച്ചു. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് വരുമ്പോ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഓർഡർ ഒക്കെ വെക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ഇപ്പൊ ഇവിടെ വെച്ചത് പിന്നെ വെക്കാമെന്ന് വെച്ച് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് നീങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെച്ചത് വേറെ സ്ഥലത്തായി പോകും. അപ്പൊ ചിലപ്പോൾ ഇതൊക്കെ എത്തിപ്പിടിക്കാനും ആ ഗിവൺ ടൈമില് നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ കാര്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ നീക്കേണ്ടതും വരാറുണ്ട്. അപ്പൊ ആ സമയപരിധിക്കുള്ളിൽ വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓർ നോട്ട്, കണ്ടോ, അത് കിട്ടൂലേ എന്നുള്ളതാണ് അതിന്റെ ഡ്രോബാക്ക്. അപ്പൊ കിട്ടാൻ സാധ്യത കുറവുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടും പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ചിന്നി കിടക്കുകയല്ലേ, ഇല്ല ഇതൊക്കെ അവിടെ ഇവിടത്തൊക്കെ കൊണ്ടുവന്നിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് ബാക്കി കൊടുക്കാനായിട്ട്. സോ അറ്റ് ദ സെയിം ടൈം അഡ്വാൻറ്റേജും ആണ് ഡിസഡ്വാൻറ്റേജും ആണ്. ക്ലിയർ ആയോ? SOMRന്റെ നേട്ടവും കോട്ടവും ഒക്കെ മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതങ്ങനെ അറിഞ്ഞിരിക്കുക, നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. വേറെ കാര്യങ്ങളൊന്നും ഇനി അതിനകത്ത് പറയാനില്ല. റൈറ്റ്, മനസ്സിലായല്ലോ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. യെസ്, ഓക്കെ, ഒരാള് കൈവയ്ക്കാൻ നമ്മൾ ഇവിടെ പോസിറ്റീവ് സിഗ്നൽ ആണ് കേട്ടോ. ബാക്കിയുള്ളവർ ഉറങ്ങാണോ? അല്ലല്ലോ. അടുത്തത് POMR ആണ്. POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. അതൊക്കെ ഈ പ്രോബ്ലം ഓറിയന്റഡ് ഇതിനകത്ത് ശരിക്കും വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രോബ്ലം തന്നെയാണ്. മറ്റേതിൽ സോഴ്സ് ഓറിയന്റഡ് ആയിരുന്നു, പല സോഴ്സ് ലാബിൽ നിന്നാകാം, OP നിന്നാകാം, അല്ലെങ്കിൽ മറ്റേ റേഡിയോളജി ഭാഗത്തിൽ നിന്നാകാം, എക്സ്റേ നിന്നാകാം, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാകാം, അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നാകാം, പലയിടത്തൊന്നും ഉണ്ട്. അതുകൊണ്ട് സോഴ്സ് ആണ്, എവിടെ നിന്നാണോ ലഭിക്കുന്നത് ആ സോഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ട് റെക്കോർഡ്സ് ആക്കുന്നു. മനസ്സിലായോ? അടുത്തത് പ്രോബ്ലം ഓറിയന്റഡ് ആണ്. ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ ഇതിനകത്ത് നിറച്ച് പ്രോബ്ലംസ് ആണ്. ആരെ സംബന്ധിക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കാം, പ്രോബ്ലംസ് റിഗാർഡിംഗ് ദ പേഷ്യന്റ്. പക്ഷെ അതിന് മുമ്പ് ഈ ഒരു ആശയം അല്ലെങ്കിൽ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് വേർതിരിച്ചൊക്കെ എടുത്തു വെച്ച് റെക്കോർഡ്സ് ആക്കാം എന്ന ഒരു ആശയം കൊണ്ടുവന്നത് ലോറൻസ് എൽ വീഡ് ആണ് കേട്ടോ.
ലോറൻസ് എൽ വീഡ്. ആരാണ് അതിന്റെ ഇൻട്രൊഡ്യൂസർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ചോദിച്ചു കണ്ടിട്ടുണ്ട്. POMR ഫുൾ ഫോം അതും നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ it is the logical thinking which is documentized or documented by the physician regarding the controlling and care of the patient. ഒരു പേഷ്യന്റിനെ കൺട്രോൾ ചെയ്ത് ആൾക്ക് വേണ്ട ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ആളെ സംബന്ധിക്കുന്ന ചില ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ഉണ്ട്. ആർക്ക്? ഫിസിഷ്യൻസിന്. അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് എഴുതി വെക്കുന്നു. അതാണ് ഇതിനകത്ത് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട്. എന്ന് വെച്ചാൽ ഈ ഒരു പേഷ്യന്റിനെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് അയാൾ കണ്ടെത്തിയത്, അയാളുള്ള കുഴപ്പം എന്താണ്, അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ട് അല്ലെ. അപ്പൊ ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി അതിനെ കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ റെക്കോർഡ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക, എഴുതി തയ്യാറാക്കുക. അതാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡോക്യുമെന്റ് എന്ന് വിളിക്കുക. ആ ഒരു കാര്യമായിരിക്കും കൃത്യമായിട്ട് അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രത്യേകത. ഇനി at that time the physicians have to explain about the problem of the patient. ഇൻഡിവിജ്വൽ ആയിട്ടും ക്ലിനിക്കൽ ആയിട്ടും ആൾക്കുള്ള പ്രശ്നം എന്താണെന്നൊക്കെ മനസ്സിലാക്കി അത് വ്യക്തമായിട്ട് ആ ഡോക്യുമെന്റിൽ എഴുതി വയ്ക്കുക. അതാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതിന് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകളെ 4 ഭാഗം. ആദ്യത്തെ ഒരു സെന്റൻസ് മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽ വീഡ് എന്നുള്ളത് കേട്ടാ. ബാക്കിയുള്ളത് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകൾക്ക് 4 ഭാഗമുണ്ട്. ഏതൊക്കെയാണ്? ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻ ആൻഡ് പ്രോഗ്രസ് നോട്ട്സ് ആണ്. ഏതൊക്കെയാണ്? ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻ, പ്രോഗ്രസ് നോട്ട്സ്. അതൊന്ന് ടിക്ക് ചെയ്തേക്കാം 4 ഭാഗം എന്നുള്ളത്. നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. ഓരോ ഭാഗങ്ങളായിട്ടാണ് മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റുകളിൽ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഡാറ്റാബേസ് ആണ്. എന്താണ് ഡാറ്റാബേസ്? It is the basic information. That means the minimum set of information which is collected from the patient. പേഷ്യന്റിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ തരത്തിലുള്ള കുറെ ഡാറ്റാസ്. അതാണ് ആ ഡാറ്റാന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? രോഗിക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നത്. തന്റെ മുന്നിൽ വന്നിരിക്കുന്ന രോഗിയോട് വിവരങ്ങൾ ചോദിക്കുന്നു. അതിനുള്ള കാര്യങ്ങളിൽ നിന്നും ആ കിട്ടിയ എന്താ പറയാ റിപ്ലൈസിൽ നിന്നും അത് ഫിസിഷ്യൻസ് ക്യാൻ ടേക്ക് എ ഡിസിഷൻ അബൌട്ട് ദർ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ആ ഒരു മിനിമം set of informations which is got from the patient. പേഷ്യന്റുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡാറ്റാബേസ്. എന്തൊക്കെയാണ് ഡാറ്റാബേസിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്? ചീഫ് കംപ്ലൈന്റ്, പ്രധാന പ്രശ്നം എന്താണ് രോഗിയുടെ, പ്രസന്റ് ഇൽനസ്, ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം, ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തിയത്, പേഷ്യന്റിന്റെ പ്രൊഫൈല്, സോഷ്യൽ ഡാറ്റ, ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ രോഗത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. റിവ്യൂ ഓഫ് സിസ്റ്റം, പേഷ്യന്റിനെ സംബന്ധിക്കുന്ന മൊത്തത്തിൽ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും ഇപ്പോഴത്തേക്ക് നോക്കിയിട്ടുള്ള ഒരു റിവ്യൂ. അത് പിന്നെ എന്താ പറയാ, ഫിസിക്കൽ എക്സാമിനേഷൻ, ബേസ് ലൈൻ ലബോറട്ടറി ടെസ്റ്റുകൾ, ലാബിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന ബേസ് ലൈൻ മീൻസ് അതുപോലെ അതായത് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ നേടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ. ലാബിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്തി അതിന്റെ ബേസിസിലായിരിക്കും ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ബാക്കി കൊടുക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡാറ്റാബേസിൽ വരും എന്നാണ് പറയുക. അപ്പൊ ഡാറ്റാബേസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, എന്താണ് ഡാറ്റാബേസ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ആ ഒരു എന്താ പറയാ പാരഗ്രാഫ് ഫുൾ ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ. ഡാറ്റാബേസ് എന്ന് പറയുന്നത് മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഫ്രം എവറി പേഷ്യന്റ് വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ചീഫ് കംപ്ലൈന്റ് ഉണ്ട്, പ്രസന്റ് ഇൽനസ് ഉണ്ട്, പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്, പേഷ്യന്റ് പ്രൊഫൈൽ ഉണ്ട്, സോഷ്യൽ ഡാറ്റ ഉണ്ട്, റിവ്യൂ ഓഫ് സിസ്റ്റം ഉണ്ട്, പിന്നെന്താ ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ. ഇതെല്ലാം പെടുന്നതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് പ്രോബ്ലം ലിസ്റ്റ് ആണ്. ഇത് പ്രോബ്ലം, ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗങ്ങളാണ്. ഡാറ്റാബേസ് ഒരു ഭാഗം, പ്രോബ്ലം ലിസ്റ്റ് ആണ് രണ്ടാമത്തെ ഭാഗം. ചുരുക്കി പറഞ്ഞു ഇതിനകത്ത് എന്താണെന്നൊരു പ്രശ്നമാണ്. ആരുടെ പ്രശ്നമായിരിക്കും? ഒന്ന് പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പ്രശ്നം. അപ്പൊ പേഷ്യന്റിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഇന്ന രോഗമാണ്, ആ രോഗത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ട്രീറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ എഴുതിയിട്ട് ആര് ഫിസിഷ്യൻ ആരാണോ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യുന്നത്
അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് അവരതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കണോ, അല്ലെ, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നോ, അതിനെ കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പ്രോബ്ലംസ്, ആളിൽ കണ്ടെത്തിയ പ്രോബ്ലംസും അതിന് നമ്മൾ കൊടുക്കുന്ന എന്താ പറയാ ട്രീറ്റ്മെന്റുകളും ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾസോ ആ ഒരു പേഷ്യന്റിന്റെ പ്രോബ്ലം കേട്ട് കഴിയുമ്പോൾ, കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫിസിഷ്യൻസ് അപ്രഹെൻഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഒരു ആശങ്ക, എന്ത് ട്രീറ്റ്മെന്റ് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് വാട്ട് ഷുഡ് ബി ഡൺ, എന്ത് ചെയ്യണം എന്നൊരു ചെറിയൊരു ആശങ്ക വരുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. ഒറ്റയടിക്ക് ഇങ്ങനെ ക്യാപ്സൂൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇങ്ങനെ രോഗത്തിന് ഇന്നും മരുന്നെടുത്ത് കൊടുത്തോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചില്ല. കാരണം അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഇന്ന് ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്ന പുതിയ പുതിയ രോഗങ്ങളെ കുറിച്ചാണ്. സോ ദേ ഹാവ് ടു മേക്ക് സം ഇൻവെസ്റ്റിഗേഷൻസ് ഓർ ദേ ഹാവ് ടു മേക്ക് സം പ്ലാനിങ്സ്, സ്റ്റഡീസ്, പഠിക്കണം, ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, ചില കണ്ടെത്തലുകൾ നടത്തണം. ശരിക്കും പറഞ്ഞ ആളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി സമയമൊക്കെ പിടിക്കും. അപ്പൊ ആ സമയത്തുണ്ടാകുന്ന ഒരു ആശങ്കയില്ല, ഒരു കൺഫ്യൂഷൻ, ഇതിപ്പോ ഞാൻ കൊടുത്താൽ അത് ഇന്നതായിരിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയാവോ. അപ്പൊ ചിലപ്പോ ചില കാര്യങ്ങൾക്ക് ചില മരുന്ന് കൊടുത്തു നോക്കും, എന്നിട്ട് അത് ഓക്കെ ആണോ, ആളിൽ അത് കുറയുന്നുണ്ടോ. ഇപ്പൊ 2 ദിവസമൊക്കെ കൊടുത്തു നോക്കിയിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവര് ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ആരോഗ്യക്കുള്ളതെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതല്ല, താൽക്കാലികമായി മാറുന്നുണ്ട്, പക്ഷെ അഗെയിൻ ആ ഒരു രോഗം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രശ്നമല്ല ആൾക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസിഷൻസ് എടുക്കാൻ കുറച്ച് സമയമൊക്കെ ചിലപ്പോ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തിയതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതാണ് ഉദ്ദേശിച്ചത്, ഫിസിഷ്യന്റെ ആ ഒരു അപ്രഹെൻഷൻ, കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ആ ഒരു അബ്നോർമൽ എന്തെങ്കിലും ഫൈൻഡിങ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആളിൽ കാണുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ചില കണ്ടെത്തലുകൾ എന്ന് വെച്ചാൽ ആൾക്ക് എന്താ പറയാ, നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തിയതാണ്, ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ചിലപ്പോ വേറെ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും വന്നേ, പക്ഷെ ആ സുഖം കൊണ്ടുവന്നു, പക്ഷെ നമ്മളുടെ കണ്ടെത്തലുകളിൽ നമ്മൾ വീണ്ടും വേറെയും കുറെ കാര്യങ്ങളൊക്കെ ആളില് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡയഗ്നോസിസിലൂടെ എന്ന് വെച്ചാൽ പല ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും അബ്നോർമൽ ഫൈൻഡിങ്സ്, ഡിറ്റക്ഷൻസ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുണ്ടെങ്കിൽ അത്, പിന്നെ ഈ കണ്ടെത്തലുകൾ ചിലപ്പോൾ ആഡ് ചെയ്യാം, ചിലപ്പോൾ മാറ്റം വരാം, അല്ലെ, പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകാം. ആളിലെ വീണ്ടും പ്രോബ്ലംസ് ചിലപ്പോൾ നമുക്ക് ഡിറ്റക്ട് ചെയ്തു വരാം. നേരത്തെ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഏതെങ്കിലും തരത്തിൽ മാറ്റിയിട്ടുണ്ടാകാം, മാറിയിട്ടുണ്ടാകാം നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ. അങ്ങനെ അഡിക്ഷൻസും ചേഞ്ചസ് ഓൾസോ ക്യാൻ ബി മെയ്ഡ് ഇൻ ദിസ് പ്രോബ്ലം ലിസ്റ്റ്. ഈ പ്രോബ്ലം ലിസ്റ്റിൽ അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസിനെ നമുക്ക് ഇങ്ങനെ പറയാം, മാർക്ക്ഡ് ആണ്, ഡ്രോപ്ഡ് ആണ്, അതുപോലെ റിസോൾവ് ആണ്. എന്താ മാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയത്, ഇന്ന പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്തു, അത് മാർക്ക്ഡ്. എന്താണ് ഡ്രോപ്ഡ്? ചിലതൊക്കെ നമ്മൾക്ക് അതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സോൾവ് ചെയ്തു, അപ്പൊ അത് ഡ്രോപ്പ് ചെയ്യാം. പിന്നെന്താ, നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് പ്രോബ്ലം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ പ്രോബ്ലം ലിസ്റ്റില് ബോത്ത് ഫിസിഷ്യൻസിന് നേരിടുന്ന, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നേരിടുന്ന അങ്ങനെയുള്ള പ്രോബ്ലംസും പേഷ്യന്റിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന പ്രോബ്ലംസും എല്ലാം അതിനകത്ത് ലിസ്റ്റ് ചെയ്യണം. അതാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന വിഭാഗത്തിൽ വരിക മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റില്. ഓക്കെ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫോർമാറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 ഭാഗങ്ങളായിട്ട്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. അതിനകത്ത് പ്രോബ്ലം ലിസ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇനീഷ്യൽ പ്ലാൻ ആണ്. ഇനീഷ്യൽ പ്ലാൻ. സോ ആഫ്റ്റർ ഡിറ്റക്ടിങ് എനി പ്രോബ്ലം ഓൺ ദ പേഷ്യന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, പേഷ്യന്റിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്ലാനിങ് ആണ്. എന്ത് പ്ലാൻ ചെയ്യണം? ആ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള്, പേഷ്യന്റിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യങ്ങള്, അങ്ങനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് കൂട്ടി മനസ്സിലാക്കി അതിനൊരു പ്ലാനിങ് തയ്യാറാക്കണം. വേണ്ടേ? പിന്നെ എല്ലാ കാര്യമാണ് ഞാൻ കണ്ടെത്തിയ. സോ ഐ ഷുഡ് മേക്ക് സം പ്ലാൻ ടു ക്യൂർ. ആ ആളുടെ രോഗഭേദമാക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും. ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടി വരിക. അപ്പൊ അതിനെ കുറിച്ചൊരു പ്ലാനിങ് ഫിസിഷ്യൻസിനുണ്ടായിരിക്കും. അത് ഇനി ആ ചിലപ്പോൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചെക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങള്, കൺഫ്യൂഷൻസ് ഉള്ളത്, ഡൗട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പേഷ്യൻസില്, ചിലപ്പോൾ സംശയമുണ്ട്, ഇന്നതാണോ എന്ന് സംശയമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യുക. റൂൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് രേഖപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ പറയുന്ന ഇനീഷ്യൽ പ്ലാനിൽ രേഖപ്പെടുത്തിയിരിക്കണം. ആൻഡ് ഓൾസോ സ്പെസിഫിക് പ്ലാൻസ് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഡയഗ്നോസിസ് ചെയ്തൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം കൂടുതൽ പ്ലാനുകൾ ആ ആൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം പ്ലാൻ ചെയ്യാം നേരത്തെ കൂടി. തെറാപ്പി ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയാ
അറിവിലേക്ക് അവരെ എന്താ പറയാ ചിലപ്പോൾ ചില സർജറീസ് ഒക്കെ നടത്തുന്ന സമയത്തെ അതിന്റെ ഇഫക്റ്റുകൾ കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിന്റെ ഗുണവും ദോഷവും നല്ല രണ്ട് രീതിയിലുണ്ടാവുമല്ലോ. ഒരു സർജറി കൊണ്ട് എന്തൊക്കെ ഗുണം ഉണ്ടാകും, എന്തൊക്കെ അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്താ പറയാ 100% ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ചില എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് തിരിപ്പിച്ച് മാത്സ് സയൻസ് ഒക്കെ പഠിപ്പിക്കാമെന്നല്ല, ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാവുന്ന എന്താ പറയാ ഗുണവും ദോഷവും അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ചില ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ എന്താ പറയാ സർജറി ചെയ്യുന്നതിന് മുമ്പേ അപ്പൊ ചിലപ്പോ ഈ സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് ഭയങ്കര കോമ സ്റ്റേജിലേക്ക് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഒത്തിരി പ്രായമൊക്കെ ഉള്ളവരാണെങ്കിൽ അവര് നേരത്തെ തന്നെ ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പേഷ്യന്റിനോട് അയക്കില്ല, അതിന്റെ ബൈസ്റ്റാൻഡേഴ്സിനോട് അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോടൊക്കെ പറയും അല്ലെ, ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയെങ്കിലും പെർസെന്റേജ് മാത്രമേ നമുക്ക് ആളിൽ നിന്നും ഒരു റിക്കവറി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുപോലെ പേഷ്യന്റിനും പല രീതിയിലും എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ കൂടി പ്ലാൻ ചെയ്യുക. അതാണ് ഇനീഷ്യൽ പ്ലാൻ. ഒരു രോഗിയില് എന്തെങ്കിലും ഒരു രോഗം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എടുക്കേണ്ട നടപടികൾ നേരത്തെ കൂടി പ്ലാൻ ചെയ്യാം. ദാറ്റ്സ് കോൾഡ് ഇനീഷ്യൽ പ്ലാൻ. അതിനെയാണ് ഇനീഷ്യൽ പ്ലാൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? അതൊക്കെ ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഇതൊക്കെയാണെന്നൊന്നും മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് എന്താ, പ്രോഗ്രസ് നോട്ട്സ് ആണ്. ഇനി എന്താ പ്രോഗ്രസ് നോട്ട്സ്? അതായത് ആഫ്റ്റർ പ്രോബ്ലംസ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിനെ കുറിച്ചിട്ട് ഫോളോ അപ്പ് നടത്താം. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ രോഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരു രോഗിയുടെ രോഗം കണ്ടു കഴിയുമ്പോൾ അതിന്റെ അടുത്തടുത്ത കാര്യങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുക. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇതിന് SOAP എന്ന് പറയുന്ന ഒരു SOAP എന്ന് പറയുന്ന ഈ പ്രോഗ്രസ് നോട്ട്സ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് എന്താണെന്ന് അറിയാമോ, ഒരു പ്രോഗ്രസ് നോട്ട്സ് നമ്മൾ തയ്യാറാക്കും. അതിന് ഒരു നമ്പർ ഇട്ട് ഒരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്. പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ നോട്ട്. അതായത് നമ്മൾ ചില നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആ നോട്ട്സ് തയ്യാറാക്കുന്നത്. ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എലമെന്റുകൾ, അതിനാണ് ആ SOAP എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എലമെന്റുകൾ SOAP എന്ന് ചുരുക്കി എഴുതിയിരിക്കുകയാണ്. SOAPനെ നമുക്ക് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. S for subjective, O for objective, A for assessment and P for plan. ഇതാണ് ആ രീതിയിൽ ക്രമീകരിച്ച് വേണം പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കാൻ. സബ്ജക്റ്റീവ് എന്താണ്? സിംപ്റ്റോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ആ രോഗത്തിന്റെ ലക്ഷണം. അപ്പൊ രോഗത്തിന്റെ ലക്ഷണം അങ്ങനെ. അപ്പൊ പ്രോബ്ലം നമ്മൾ എന്താ പറയാ ഐഡന്റിഫൈ ചെയ്തപ്പോ ആ രോഗലക്ഷണങ്ങൾ ഇങ്ങനെയാണ്, അതാണ് സബ്ജക്റ്റീവ്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഒബ്ജക്റ്റീവ് ആണ്. മെഷറബിൾ ആണോ എന്ന് വെച്ചാൽ നമ്മൾക്ക് അളക്കാൻ പറ്റുന്നത് നമ്മളുടെ കൈപ്പിടിയിലോ ഒതുങ്ങുമെന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്സർവബിൾ, നമുക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ, നമുക്ക് ആ ആളുടെ രോഗത്തെ മെഷർ ചെയ്ത് എടുക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതാണ് ഒബ്ജക്റ്റീവ്. അപ്പൊ രണ്ടാമത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട പ്രോഗ്രസ് നോട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് ഒബ്ജക്റ്റീവ് ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് വൺ അസസ്മെന്റ് ആണ്. അസസ്മെന്റ് എന്താണ്? നമ്മുടെ ഒരു ഇംപ്രഷൻ അബൌട്ട് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയുണ്ട് അതിനെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തൽ, അതാണ് അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ എന്താണ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക പ്രോഗ്രസ് നോട്ടില്. അതിനുശേഷം നമുക്കത് മെഷർ ചെയ്യാൻ പറ്റി, നമുക്ക് നമ്മളിലെ കൊണ്ട് ഒതുങ്ങുമോ എന്നുള്ള കാര്യങ്ങള്, അത് രണ്ടാമത് ഒബ്ജക്റ്റീവ്. മൂന്നാമത് അസസ്മെന്റ്, പ്രസന്റ് കണ്ടീഷൻ, ഇപ്പൊ എങ്ങനെയാണ് ആളുടെ കണ്ടീഷൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഇംപ്രഷൻ അല്ലെങ്കിൽ അസസ്മെന്റ്, അതാണ് അതിനകത്ത് ഒരു പ്ലാൻ. പ്ലാൻ എന്തായിരിക്കും? ആ ഫ്യൂച്ചറായിട്ട് നമ്മൾ എന്താണ് ഇനി അടുത്ത നടപടി സ്വീകരിക്കേണ്ടത്, അതാണ് പ്ലാൻ. അങ്ങനെ ഈ 4 എലമെന്റുകൾ SOAP, സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ എന്നീ പറയുന്ന 4 എലമെന്റുകൾ നോട്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നു. പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ അതിന് കുറച്ച് എന്താ പറയാ ആ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നോട്ട്സ് തയ്യാറാക്കുക എന്നാ പറയുന്നത്. Writing of progress notes in the POMR format, problem oriented medical records ന്റെ ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്ന ആ ഒരു പ്രൊസീജിയർ, ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്നതെങ്കിൽ ആ പ്രൊസീജിയറിനെ നമ്മൾ മറ്റൊരു പേര് പറയും സോപ്പിംഗ് എന്ന്. സോപ്പ് എന്ന് പറയുന്നത് ആ 4 എലമെന്റുകൾ. ആ സോപ്പിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രസ് നോട്ട്സ് നമ്മൾ POMR ഫോർമാറ്റിൽ തയ്യാറാക്കുമ്പോൾ അതിനെ സോപ്പിംഗ് എന്ന് പറയും. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ സോപ്പ് എന്റെ എക്സ്പാൻഡഡ് ഫോം, 4 എലമെന്റുകൾ ഒന്ന് അടയാളപ്പെടുത്തുക. കാരണം SOAP യുടെ ഫുൾ ഫോമുകളിൽ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കും, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം.
ആൻഡ് അതിനകത്ത് സോപ്പിന്റെ ഒന്നാമത്തെ സെന്റൻസും സോപ്പിനകത്ത് വന്നിരിക്കുന്ന ഒന്നാമത്തെ സെന്റൻസും അതുപോലെ തന്നെ അതിനകത്തെ അഞ്ചാമത്തെ സെന്റൻസ് റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്ന അഞ്ചാമത്തെ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. സോപ്പ് അതിലെ ഒന്നാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ്. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ ഓക്കെ. ഇനി അവസാനത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യം. ഒരു എന്താ പറയാ ഇൻവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ കൃത്യമായിട്ട് എല്ലാ ഫോമുകളും കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു. ഈ 3 പോയിന്റ് പറഞ്ഞപ്പോ തന്നെ അവിടെ 3-4 പോയിന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നഴ്സിംഗ് സ്റ്റേഷനിൽ, അതായത് നഴ്സിംഗ് സ്റ്റേഷനിൽ ഓൾ ദ എൻട്രീസ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ അഡ്മിഷൻ ഇറ്റ്സെൽഫ്, അവിടെ തുടങ്ങി ഒരു പേഷ്യന്റ് വന്ന് ആദ്യമായിട്ട് വരുന്നത്, പിന്നെ അഡ്മിറ്റഡ് ആകുന്നത്, അത് കഴിഞ്ഞ് പിന്നെ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാം ഇങ്ങനെ ബിഗിനിങ്ങോടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നഴ്സിംഗ് സ്റ്റേഷനിൽ വെക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് മേക്സ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റ് അഡ്മിറ്റഡ് ആയി തുടങ്ങി ഡിസ്ചാർജ് വരെയുള്ള ഒരു കംപ്ലീറ്റ് റെക്കോർഡ്, ഒരു ഫുൾ എപ്പിസോഡ് ഓഫ് റെക്കോർഡ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് കിട്ടും. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് പേഷ്യന്റിന്റെ എക്സാമിനേഷൻ, ഹിസ്റ്ററി, പ്രോഗ്രസ് നോട്ട്സ്, നഴ്സസ് നോട്ട്സ്, എക്സ്റേ നോട്ട്സ്, അഡീഷണൽ പ്രോഗ്രസ്, അതുപോലെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് എക്സെട്ര എക്സെട്ര എക്സെട്ര, വാട്ട് ഓൾ തിങ്സ് റിഗാർഡിംഗ് എ പേഷ്യന്റ് വിൽ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് മെഡിക്കൽ റെക്കോർഡ്. ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകളിൽ നിന്ന് ഈ പറയുന്ന എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ആ പേര് തന്നെ പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനകത്ത്? എല്ലാം കൂടി ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെ കിട്ടും? പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫോളോഡ് ബൈ എ പ്രോഗ്രസ് നോട്ട്, പിന്നെ നഴ്സസ് നോട്ട്, എക്സ്റേ നോട്ട്, അഡീഷണൽ പ്രോഗ്രസ് നോട്ട്സ്, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് അണ്ടർലൈൻ ചെയ്തോ? യെസ്. ഇനി എന്താണ് ഇതിന്റെ, ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും എന്താണ്? ഇതുപോലെ നേരത്തെ നമ്മള് SOMRന്റെയും അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടായില്ലേ? അതുപോലെ ഇതിനും ഉണ്ട് ഗുണവും ദോഷവും. എന്താണ് ഇതിന്റെ ഗുണം? എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് എവിടെ ഒരു സ്ഥലത്തേക്ക് എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതുകൊണ്ട് we will get a clear picture of a patient's full episode of illness. ഒരു രോഗിയുടെ ആ രോഗത്തിന് വേണ്ടി അവര് അവിടെ നിന്ന് വന്ന് പോകുന്നിടത്തോളം വരെ, അതിനെയാണ് എപ്പിസോഡ് എന്ന് പറയുന്നത്. എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ എന്താ പറയുക? ഓക്കെ, ഒരു ഫുൾ എപ്പിസോഡ്. അതായത് ഇപ്പൊ അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് അത് അഡ്മിറ്റഡ് ആയി തുടങ്ങി, അത് ഒപിയിൽ വന്നു, അഡ്മിറ്റഡ് ആയി, പിന്നെ ഡിസ്ചാർജ് വരെ പോകുന്നത് വരെയുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് ടുഗദർ എല്ലാം കൂടി ഒരു നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇൻഫർമേഷൻസ് ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് മാത്രമല്ല ഓരോ പേഷ്യൻസിന്റെയും എന്താ പറയാ ഈ റെക്കോർഡ്സ് നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് അതിൽ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം എല്ലാം ഇവിടെ ഒരു സ്ഥലത്തുണ്ടല്ലോ. അതുകൊണ്ട് അതേസമയം ഇത് തന്നെ മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് ഇവിടെ പറയുന്നത് എല്ലാ റിപ്പോർട്ട്സും ടുഗദർ റെക്കോർഡായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എന്താ പ്രത്യേകത എന്നറിയോ? ചില സ്ഥലത്ത്, അതായത് ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചെല്ലുമ്പോ ഓരോ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ, ആ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാളുടെ ആയിട്ട് മാത്രം കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഒരു ബ്ലഡ് ഷുഗർ നോക്കുകയാണ് ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ, ഫാസ്റ്റിങ്ങിലുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, എന്തിന്റെങ്കിലും ഒരു റെക്കോർഡ്സ് നമുക്ക് റിപ്പോർട്ട് വേണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ ആണ് വേണ്ടത്. അതൊരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ മാത്രമായിട്ട് നമുക്ക് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം ലാബിൽ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവിടെ there will be a number of patients coming, അല്ലെ? അവിടെ ഒരുപാട് പേഷ്യൻസ് വന്നു പോകുന്നുണ്ട്. കാരണം ഇപ്പൊ ഡോക്ടർമാര് സജസ്റ്റ് ചെയ്യുന്ന എന്താ പറയാ ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? ലാബിൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ 10 മണിക്ക് ഒരു പേഷ്യന്റ് വന്നു, ലാബിൽ നേരെ പോയി കൊടുത്തിട്ട് അത് അതിന്റെ റിസൾട്ട് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു വാ എന്നൊക്കെ പറഞ്ഞു വിടും, അല്ലെ? അപ്പൊ ടെസ്റ്റിന് വേണ്ടി കൊടുത്തിട്ട് പോയിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന സമയമായി, ആൾക്ക്
ഒരാൾക്ക് അതിന്റെ റിപ്പോർട്ട് മറ്റേ ലാബിൽ നിന്ന് വേണം, അത് വരാൻ വേണ്ടിയിട്ട് ഡോക്ടർ നഴ്സിനെ ബെല്ലടിച്ച് വിളിക്കുന്നു, നഴ്സിനോട് പറയുന്നു അതെടുത്തിട്ട് വരാൻ പറയുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു 10-100 ടെസ്റ്റ് വേറെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ സീരിയൽ നമ്പർ ഇട്ട് ഇതിനെടുത്ത് ആളുടെ ഡാറ്റ എവിടെ ഇരിക്കുന്നു, ഏത് സമയത്ത് വന്നതാന്നൊക്കെ എടുത്ത് കളക്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം വരും. അപ്പൊ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ അതിൽ ഇച്ചിരി ഡ്രോബാക്കുകൾ വരുന്നത് അങ്ങനെയാണ്. എല്ലാം സ്പീഡപ്പ് ആക്കുന്ന, എല്ലാം കൃത്യമായിട്ട് ഒരു ഇതിൽ പോലും എന്താ പറയാ യാതൊരു മൈന്യൂട്ട് ആയിട്ടുള്ള എന്താ പറയാ ലാഗ് ഒന്നും വരുത്താതെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. പക്ഷെ എത്ര നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ എന്താണ് അതൊന്നും കറക്റ്റ് ആയിട്ട് വരില്ല. ചിലപ്പോൾ ഒന്നല്ല, മിക്കവാറും തന്നെ അല്ലെ. നമ്മൾ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഇവരൊന്നും അവിടെ എടുക്കണേ, കുറെ നേരമായില്ല നമ്മൾ വന്നിട്ട്, ഇവർക്ക് ഇവിടെ എന്താ പണി, നമ്മളിങ്ങനെ അല്ലെ, നമ്മൾ നമ്മുടെ മാത്രം കാര്യം ആലോചിക്കുള്ളൂ. പക്ഷെ അതിനകത്ത് എത്ര പേഷ്യൻസിന്റെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അവിടെ വന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്നേ. സോ ഇതിൽ നിന്ന് ആളുടെ പേര് നോക്കിയെടുത്ത് അതെന്ന് പറഞ്ഞാൽ ഏത് ടൈമിൽ വന്നതാ അല്ലെ, 10:01 വന്ന തൊട്ടടുത്ത് 10:02 മറ്റൊരാൾ വന്ന് അവിടെ ടെസ്റ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അതിനൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അതിന്റെ ഒരു ഡ്രോബാക്കോ റിയലൈസിന് വരുമ്പോ അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആകുമ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും എന്നുള്ളത് ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് വരുന്ന ഒരു പോരായ്മയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ കുറെ മെഡിക്കൽ റെക്കോർഡ്സില് കുറച്ച് മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ. മാർക്ക് ചെയ്താണ് പോയേക്കുന്നത്. നമ്മൾ ഇതിനകത്ത് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് തന്നെ നോക്കി മനസ്സിലാക്കണം. വായിക്കണം തന്നെ പറയുന്നതിന്റെ കാരണം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ അയാളെടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷെ അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇന്നത് എന്താണെന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നല്ല അവിടെ ചോദിക്കുക. അത് നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചു, അത് അവിടെ എഴുതി കഴിഞ്ഞു. അങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അവരുടെ വായിൽ നിന്ന് വരില്ല അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഇപ്പൊ 1-2 മൊഡ്യൂൾ കഴിഞ്ഞു, 3ാമത്തെ മൊഡ്യൂൾ ഏകദേശം തീരാൻ നിൽക്കുന്നു, ഇനി 4ാമത്തെ ഒരു മൊഡ്യൂളും കൂടി ഉള്ളൂ അല്ലെ. എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഹോസ്പിറ്റലിന്റെ ഡയറക്ട്ലി ട്രീറ്റ്മെന്റുമായി ബന്ധമുള്ള ഡിപ്പാർട്ട്മെന്റുകളും അതുകൂടാതെ കുറെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെന്റുമായിട്ട് മെഡിക്കൽ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ നമ്മുടെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പല ചോദ്യങ്ങളും അതിലെ ബേസ് ചെയ്ത് ചോദിക്കാം. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ പറയുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കാം, നിങ്ങൾ അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യും, വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കാം. ഓക്കെ, അല്ലാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അപ്പൊ അതിനുകൂടി പ്രിപ്പയർഡ് ആകണമെങ്കിൽ ഇന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയണ്ടേ. ടീച്ചർമാർ വന്ന് ക്ലാസ് എടുത്താൽ മാത്രം പോരാ, അതിന്റെ ഒപ്പം നിങ്ങൾ കൂടി അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം എന്നാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക, വായിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായി വായിക്കുക എന്നുമാണ് ഞാൻ കൂടുതൽ പറയുന്നത്. കാരണം നമ്മള് പഠിക്കുന്ന